ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാന്വേഷണങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഇപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് എല്ലാ കമൻസിനും ഒന്നും റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല, പക്ഷേ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം കമൻസിന് റിപ്ലൈ തരാത്തത് കൊണ്ട് ആരും ഒന്നും വിചാരിച്ചേക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മോർണിംഗ് റുട്ടീനാണ്. രാവിലെ തന്നെ എളുപ്പത്തിൽ എങ്ങനെ പണികളൊക്കെ തീർത്ത് ഫ്രീ ആകാമെന്ന് നമുക്ക് നോക്കാം. കുറേ നാളായില്ലേ നമ്മളൊരു മോർണിംഗ് റുട്ടീനൊക്കെ ചെയ്തിട്ട്. അതുപോലെ തന്നെ പാത്തോനാണെങ്കിലും പനിയൊക്കെ കുറഞ്ഞ ആളൊന്നും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ദിനുവാണെങ്കിൽ രാവിലെ തന്നെ ജിമ്മിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങണം. അപ്പോൾ വീട്ടിൽ ആദ്യം എഴുന്നേൽക്കുന്നത് ദിനുവാണ്. അപ്പോൾ ദിനു എണീറ്റ് റെഡിയായി പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഞാൻ എണീറ്റ് വരാറ്. ഇന്നാണെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് കൂടത്തിൽ തന്നെ പാത്തു എണീറ്റ് വന്നു. കാരണം തലേന്ന് രാത്രി അവൾ നേരത്തെ കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അവൾ നേരത്തെ ഉറക്കമൊക്കെ എണീറ്റ് ഞാൻ എണീറ്റ് കൂടത്തിൽ തന്നെ എണീറ്റ് വന്നിരുന്ന് അമ്മയും കൂടെ വിളിച്ചിരുത്തി രാവിലെ തന്നെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഉള്ളത് കൊണ്ട് തന്നെ ഏത് സമയം അമ്മയുടെ കൂടെ ഇരുന്ന് കളിയാണ്. അമ്മയൊന്നും ചെയ്യണ്ട എന്നാണ് പറയുന്നത്. അമ്മമ്മ ഒന്നും ചെയ്യണ്ട, അമ്മ എല്ലാം ചെയ്തോളൂ, അമ്മമ്മ കളിച്ചാൽ മതി എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ കൂടിയിട്ട് കുക്കിംഗ് പരിപാടികളിലേക്ക് കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പം നമ്മൾ മത്തങ്ങയും പയറും കൂടി എരിശ്ശേരിയും വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട് ഉച്ചക്കത്തേക്കിന്. അതിൻ്റെ കൊടുത്ത് ഞാൻ ഇന്നൊരു റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷം. പിന്നെ ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. പാത്തുവിനെ കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം അവൾക്ക് മുട്ട കൊടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്, കൊടുത്ത് ചായയുണ്ട്. അപ്പോൾ അവൾ ഇന്ന് നേരത്തെ എണീറ്റതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുട്ടയും ചായയും കൂടെ കൊടുത്തു. പിന്നെ ഞാനാണെങ്കിൽ പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനായിട്ട് തുടങ്ങുകയാണ്. അമ്മ എല്ലാം അരിഞ്ഞൊക്കെ തന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികളൊക്കെ തീരുന്നുണ്ട്. അപ്പോൾ അത് മെഴുക്കുവരട്ടി വെക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വൻപയർ ഞാൻ എരിശ്ശേരിക്ക് വേവിച്ചപ്പം കുറച്ചധികം വേവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുമ്പളങ്ങ ഇരിക്കുന്നുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ട് പിറ്റേ ദിവസം ഓലൻ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഒന്നിച്ച് വേവിച്ച് കഴിഞ്ഞാൽ കുറച്ചെടുത്ത് ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നാളെ കുമ്പളങ്ങ ഇട്ടിട്ട് ഓലനും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേവിച്ച് വെച്ച ബാക്കി പയറിനകത്തേക്ക് മത്തങ്ങ അമ്മ അരിഞ്ഞ് തന്നത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് 2 വിസിലും കൂടി അടുപ്പിക്കും. അപ്പോഴത്തേക്കും മത്തങ്ങയും പയറും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വെന്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞപ്പം പിന്നെ അതിലേക്ക് തേങ്ങയും ജീരകവും കൂടെ അരച്ചത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഉള്ളിയും കൂടെ വേണമെങ്കിൽ അരയ്ക്കാം. ചിലപ്പോൾ ഞാൻ ഉള്ളി അരയ്ക്കും, ചിലപ്പോൾ ഉള്ളി അരയ്ക്കാതെയാണ് കേട്ടോ എടുക്കുക. അപ്പോൾ അമ്മ എനിക്ക് അപ്പം ആകുന്ന പാത്രങ്ങളൊക്കെ കഴുകിയും അതുപോലെ എല്ലാം അരിഞ്ഞൊക്കെ തരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ അമ്മ എനിക്ക് വയ്യാത്തത് കൊണ്ട് വന്നതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വേദനയൊക്കെ ഇച്ചിരി കുറഞ്ഞല്ലോ. അപ്പം ഞാൻ തന്നെ എന്നാൽ പെട്ടെന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കള കയറിയതാണിന്ന്. ഇങ്ങനെ മത്തങ്ങ എരിശ്ശേരിയിലേക്ക് തേങ്ങയൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ മത്തങ്ങ എരിശ്ശേരിയുടെ പണി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് വെജിറ്റബിൾ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് വൈകിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ചുട്ട്. ഞങ്ങൾക്കാണെങ്കിൽ രാവിലെ കഴിക്കാനായിട്ട് ബ്രെഡ് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മ പോൾസൺ ബേക്കറിയിൽ നിന്ന് ബ്രെഡൊക്കെ കൊണ്ടുവന്നായിരുന്നെന്ന്. അപ്പോൾ അതും വെജിറ്റബിൾ കറിയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. പാത്തുവാണെങ്കിൽ മുട്ടയും ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും തന്നെ പോയി കിടന്ന് ഉറങ്ങുക കേട്ടോ. അത്രയും നേരത്തെ അവൾ എണീറ്റതല്ലേ. ഇതിനും ഒരു 5:30 ആ ഒരു ടൈമിൽ എണീക്കും. ആ ഒരു സമയത്ത് തന്നെ പാത്തു എണീറ്റാണ്. പിന്നെ അമ്മ ചായ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരുന്നതാണ്. അമ്മയുടെ ചായ എവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അമ്മ ഫോൺ ബെല്ലടിച്ചപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ്. ഈ കുറേ ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് ഞാൻ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ഒരു ക്ഷീണവും എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനായിരുന്നു രാവിലെ വിളിച്ചത്. അപ്പോൾ അച്ഛനോട് അമ്മ ഫോണൊക്കെ സംസാരിച്ച് ചായ കുടിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറി ഉണ്ടാക്കാനായിട്ട് കുക്കർ എടുത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 ഏലക്കായും 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണവും പട്ടയും കൂടി ഇട്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് സവോള അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ സവോള അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ എടുത്ത സവോള ഒത്തിരി വലുതായിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ 1/4 പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ചെറിയ സവോളയാണെങ്കിൽ ഒരെണ്ണം മൊത്തമായിട്ട് എടുത്തോ കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഒരെണ്ണമായിട്ട് ഇട്ട് കൊടുത്തത്. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 2 ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാകും.
അങ്ങനെ അതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ അടിക്ക് പിടിക്കാതെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും അരിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും കൂടെ അരിഞ്ഞ് ചേർക്കാം. ഒരു 3-4 ബീൻസും കൂടെ. എൻ്റെ ഈ ബീൻസ് ഇല്ലായിരുന്നു. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഗ്രീൻ പീസ് സെപ്പറേറ്റ് കുതിർത്ത് വേവിച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ അവസാനം ആഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് അവസാനമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അങ്ങനെ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ചൂടുവെള്ളം ഒഴിച്ച് അത് നേകെ അതൊന്ന് വെന്ത് വരാനും നമ്മുടെ ആ കറിക്ക് എന്തുമാത്രം വെള്ളം വേണോ അതനുസരിച്ചിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 ഗ്ലാസോളം തേങ്ങയും അതുപോലെ തന്നെ ഒരു 8-10 കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പം കാഷ്യൂനട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ മാത്രം അരച്ച് ചേർത്താലും മതിയാകും. കാഷ്യൂനട്ടും കൂടെ അരച്ച് ചേർക്കുമ്പോഴത്തേക്കും ടേസ്റ്റും കൂടും. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ കറി ഒന്ന് തിക്കാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രോസൺ ഗ്രീൻ പീസിനെക്കാട്ടിലും എപ്പോഴും ടേസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് കുതിർത്ത് വേവിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്രോസൺ ആയതുകൊണ്ടാണ് ഈ ടൈമിൽ ഞാൻ ഇട്ടത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം ഞാൻ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരുന്ന ഈ ഒരു തേങ്ങയും കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാകുമ്പം വേറൊരു ടേസ്റ്റിലേക്ക് പോകും. അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, അത് രണ്ടും രണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കറി റെഡിയാക്കുന്നതിനിടയ്ക്കൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് വിട്ടുപോയതാട്ടോ. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ദിനുവിന് ഞാൻ ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. നല്ല ചൂടോട് കൂടിയ കുത്തരി ചോറും അതുപോലെ മത്തങ്ങ എരിശ്ശേരിയും പാവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ നാരങ്ങ അച്ചാർ, വെള്ള നാരങ്ങ അച്ചാർ ഞാൻ ഇട്ടതായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നാരങ്ങ അച്ചാർ. അപ്പോൾ നാരങ്ങ അച്ചാറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓഫീസിലാണെങ്കിലും അവർ ഷെയർ ചെയ്തൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. അതുകൊണ്ടാണ് കറികളൊക്കെ ആണെങ്കിലും കൂടുതൽ വെക്കുന്നത്. പിന്നെ ദിനുവിൻ്റെ ഈ ഒരു ലഞ്ച് ബോക്സിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ബൊറോസിലിൻ്റെ ലഞ്ച് ബോക്സ് ആണ്. ഞാൻ ലിങ്ക് ഒക്കെ തരാറുണ്ട്. ഇത് ആമസോണിൽ നിന്നാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ദിനു ജിമ്മിൽ നിന്നൊക്കെ വന്നിട്ട് കുളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓഫീസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ദിനുവിനും രാവിലെ ബ്രെഡും വെജിറ്റബിൾ കറിയും മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വെജിറ്റബിൾ കറിയും ബ്രെഡും ഒക്കെ എടുത്ത് വെച്ചിട്ട് ദിനു അത് കഴിച്ചതിന് ശേഷം പോകാനായിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. രാവിലെ ഒരു 8:30 ആകുമ്പോഴത്തേക്കും ദിനു ഓഫീസിലേക്ക് ഇറങ്ങും. പാത്തുവിന് 9 മണിക്കാണ് പോകേണ്ടത്. ഇപ്പം സ്കൂളിൽ വിടുന്നില്ലല്ലോ, പനിയായിരുന്നതുകൊണ്ട്. അപ്പം ദിനു ഇറങ്ങി. ഇപ്പോൾ രാവിലത്തെ ഈ ഒരു സമയത്ത് ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇപ്പോൾ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് മാറിയിരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും എല്ലാവർക്കും അസുഖം. അങ്ങനെ ദിനു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പം ചെടികളിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ സാധനങ്ങൾ പാത്തു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ അടുത്ത് ദിവസങ്ങളിലൊക്കെ വയ്യാതിരുന്നതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് നോക്കുകയാണ്. എല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവൾ എഴുന്നേറ്റതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ക്ലീനിങ് കഴിയുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൾ ഉറക്കം എണീറ്റ് ഓടി വന്നു കേട്ടോ. അപ്പം ഉറക്കം മതിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എണീറ്റ് വന്നതാണ്. അപ്പം ഞാൻ വയ്യാതൊക്കെ ഇരുന്നത് കൊണ്ട് കുറച്ചൊക്കെ വാശിയുണ്ട് കേട്ടോ ഈ കുറച്ച് ദിവസമായിട്ട്. പിന്നെ പാത്തൂന് എന്നെ രാവിലെ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ അപ്പം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എളുപ്പത്തിൽ ദോശക്കല്ലിൽ അപ്പം ചുട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ദോശക്കല്ലിൽ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൂടി വെച്ചാണ് വേവിക്കുന്നത്, മറിച്ചിടാറില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് അപ്പം റെഡിയായി കിട്ടും. അപ്പോൾ അപ്പവും വെജിറ്റബിൾ കറിയും കൂടെ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മമ്മ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ പോയി കൈയൊക്കെ കഴുകിയിട്ട് പിന്നെ അവൾക്ക് കൊടുത്തു. അവൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നു. അപ്പോൾ അവൾ ഈ വർത്താനമൊക്കെ പറയുന്നത് എന്താണെന്ന് ഞങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ബാക്കി പാത്രമൊക്കെ കഴുകി വെച്ചു.
പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. ഒരുപാട് ഡീപ്പ് ക്ലീനിങ്ങിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൈനിങ് ടേബിൾ കഴിച്ചതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പം ഡൈനിങ് ടേബിളും കൂടെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ക്ലീനിങ് പരിപാടികളെല്ലാം കഴിയും. കാരണം ഞാൻ അവൾ എണീക്കുന്നതിന് മുന്നേ ബാക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണും ഹാളും വീടും ഒക്കെ പെട്ടെന്നൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വീട് വൃത്തിയായി കിടന്നാൽ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ്. എന്തോ ഒരു വലിയ ജോലി നമുക്ക് കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് പെട്ടെന്ന് വലുതായിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ രാവിലത്തെ പണികളെല്ലാം തീർന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് മാത്രമേ ജോലികളുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമാണ്, അതനുസരിച്ചിട്ട് നമ്മുടെ റുട്ടീനിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.